അങ്ങനെ ഇവള് റൂമിൽ പോയി വെള്ളം കുടിക്കുന്ന ടൈമിൽ ബാക്കിൽ എന്തോ നിൽക്കുന്ന പോലെ ഇവക്ക് തോന്നി. തിരിഞ്ഞു നോക്കിയതും ബാക്കിൽ ഇതേപോലെ തന്നെ ഒരു കറുത്ത സ്മോക്ക് വലിയൊരു രൂപം ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ സാറ ഫ്രണ്ട്സിനോട് ചോദിക്കുമ്പോഴാണ് മനസ്സിലാവുക ഈ ഹോസ്റ്റലിൽ ഒരു ഫംഗ്ഷൻ നടന്നിട്ടുണ്ടായിരുന്നല്ലോ വെക്കേഷന്റെ തലേ ദിവസം. അന്ന് ഹോസ്റ്റലിൽ ശരിക്കും ഒരു ഭയങ്കര സംഭവം നടന്നിട്ടുണ്ട്. ഇവരുടെ ഹോസ്റ്റൽ കോൺവെന്റിന്റെ ആയതുകൊണ്ട് തന്നെ +2 കുട്ടികളുണ്ട് ഹോസ്റ്റലിൽ. +2 കുട്ടികളിൽ ഇവർക്ക് അറിയുന്ന ഒരു ടീമുണ്ട്. ലൈക്ക് എപ്പോഴും രാത്രി പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു പേടിയില്ലാത്തൊരു ടീം. അന്ന് ഹോസ്റ്റലിലെ പ്രോഗ്രാം രാത്രിയായിരുന്നു. ലൈക്ക് ഒരു 7 മണിക്ക് ശേഷമായിരുന്നു. താഴത്തെ ഹാളിലായിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നത്. ഈ ടീമിൽ ഒരു കുട്ടി മുകളിലെ റൂമിൽ ജനാല തുറന്നിട്ടിട്ടാണ്. ഫുള്ള് കൊതുക് വന്നിട്ടുണ്ടാവും. ജനാല പോയി അടച്ചിട്ട് വരാന്ന് പറഞ്ഞു പോയതാണ്. ലൈക്ക് ആ കുട്ടി മാത്രമാണ് മുകളിലുള്ളത്. ബാക്കി എല്ലാവരും താഴെ പ്രോഗ്രാമിന് ഇരുന്നിക്കാണ്. ഇവള് പോയി കുറച്ച് കഴിഞ്ഞത് ഇവള് വലിയ സൗണ്ടിൽ കൂക്കി വിളിച്ച് അങ്ങനെ സിസ്റ്ററും ഹോസ്റ്റലിലെ കുട്ടികളും എല്ലാവരും കൂടി പോയി നോക്കുമ്പോ ഇവള് ബോധം കെട്ട് വീണ് കിടക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ബോധം വന്നപ്പോ ഇവള് പറഞ്ഞു ഇവള് ജനലിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് നോക്കിയപ്പോ ഹോസ്റ്റലിലെ ഗേറ്റിന്റെ അവിടെ തന്നെ എന്തോ ഒരു രൂപം ഇങ്ങനെ നിൽക്കണ മാതിരി ഇവർക്ക് തോന്നി. എന്താണ് സംഭവം എന്നുള്ളത് അറിയാൻ വേണ്ടി നമ്മൾ സൂം ചെയ്ത് ശ്രദ്ധിച്ച് നോക്കുമല്ലോ. അങ്ങനെ ഇവള് ഈ ജനലിന്റെ അടുത്ത് പോയി നോക്കിയപ്പോ പെട്ടെന്ന് ഈ രൂപം പറന്ന് വന്നിട്ട് ഇവളുടെ ഫേസിന്റെ അടുത്തേക്ക് അങ്ങ് വരൂലേ, അങ്ങനെ അങ്ങ് വന്ന് അങ്ങനെയാണ് ഇവള് ബോധം കെട്ട് വീണിക്കണത്. ആൻഡ് ഇതിൽ സീൻ എന്താ വെച്ചാൽ ഈ കുട്ടി ഇത് കണ്ട് നന്നായിട്ട് പേടിച്ചിട്ട് നമുക്ക് രോഗം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇവക്ക് ആകെ രോഗമായി. ഇവളെ ഹോസ്റ്റലിൽ നിന്ന് വീട്ടുകാർ വന്ന് കൊണ്ടുപോവുക ചെയ്ത്. വെക്കേഷൻ കഴിഞ്ഞിട്ട് ഇവള് ഹോസ്റ്റലിൽ തിരിച്ചു വന്നിട്ടുണ്ടാവില്ല. അങ്ങനെ ഇത് കേട്ടതും സാറക്ക് ഇതുവരെ നടന്നത് ഒരു തോന്നലല്ല, അത് കൂടുതൽ എന്തൊക്കെയോ ഇവിടെ ഉണ്ട് എന്നുള്ള രീതിക്ക് ഇവളിങ്ങനെ പേടിച്ച് നിൽക്കാണ്. ആ ടൈമിലാണ് അടുത്ത സ്റ്റോറി. സാറ ഈ രൂപത്തിന് കാണുന്നതിന്റെ തലേ ദിവസം, അതായത് ഇവര് ഹോസ്റ്റലിൽ എത്തുന്നതിന്റെ തലേ ദിവസം തന്നെ +2കാരൊക്കെ ഹോസ്റ്റലിലുണ്ട്. ഈ നേരത്തെ പറഞ്ഞ ടീമില്ലേ അതിൽ തന്നെ ഒരു കുട്ടി എല്ലാവരും സ്റ്റഡി ഹാളിൽ ഇരിക്കുന്ന ടൈമിൽ, രാത്രിയാണ് എല്ലാവരും സ്റ്റഡി ഹാളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ വെള്ളം കുടിക്കാൻ വേണ്ടി മേലേക്ക് പോയി. അങ്ങനെ ഇവള് റൂമിൽ പോയി വെള്ളം കുടിക്കുന്ന ടൈമിൽ ബാക്കിൽ എന്തോ നിൽക്കുന്ന പോലെ ഇവക്ക് തോന്നി. തിരിഞ്ഞു നോക്കിയതും ബാക്കിൽ ഇതേപോലെ തന്നെ ഒരു കറുത്ത സ്മോക്ക് വലിയൊരു രൂപം ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഇവള് കൂക്കി വിളിച്ച് അങ്ങനെ ഹോസ്റ്റലിലെ കുട്ടികളെല്ലാവരും ഈ സംഭവം അറിഞ്ഞിക്കണേ. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് ഇത് ആലോചിച്ച് കടന്നിട്ട് പേടിച്ചതാക്കാരെന്നാണ് എല്ലാവരും വിചാരിച്ചത്. അതാണ് സാറിനോട് എല്ലാവരും ഇങ്ങനെ ചോദിച്ചത് എന്തെങ്കിലും കേട്ടിരുന്നോന്നൊക്കെ.